ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മി സർക്കിളിലേക്ക് സ്വാഗതം. റീസെൻ്റ്ലി ഒരു ചൂടേറിയ ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അറിയാം, ക്ഷേത്രപ്രവേശന വിളംബരം കിട്ടുന്നത് വരെ കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ക്ഷേത്ര ദർശനം പാടില്ലായിരുന്നു. അതുപോലെ തന്നെ ഡ്രസ്സ് ഇടാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അല്ല, ഡ്രസ്സെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ടോപ്പുകളെയാണ് ഞാൻ ഡ്രസ്സെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അന്ന് കരം കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഡ്രസ്സ് ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ക്ഷേത്ര ദർശനം ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ പൂണുനൂല് ധരിക്കുന്നവരായിരുന്നു, അല്ലയോ? അപ്പോൾ അവർ പൂണുനൂല് ധരിച്ചവരാണോ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു ഇടാതിരുന്നത്. പൊതുവെ അന്ന് ഷർട്ടുകളൊക്കെ വളരെ കുറവാണ് പുരുഷന്മാർക്ക്. കാര്യം തയ്ക്കാനുള്ള ആൾക്കാരുടെ ലഭ്യത, തുണിയുടെ ലഭ്യത, അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊന്നും തന്നെ ആൾക്കാർക്ക് ഷർട്ടൊന്നും ഇല്ലല്ലയോ. എല്ലാവരും ഒരു മുണ്ട് പോലൊരു വസ്ത്രം മേൽവസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ഷർട്ടൊക്കെ ഉള്ളത് അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമ്പൂതിരിയാണോ ബ്രാഹ്മണനാണോ ക്ഷേത്ര ദർശനം നടത്തുന്നതെന്ന് തീർച്ചപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു ഈ ഷർട്ടില്ലാതെ പുരുഷന്മാർ ക്ഷേത്രങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കറിയാം, ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ക്ഷേത്രത്തിൽ കയറാം, അല്ലാത്തവർക്ക് കയറിക്കൂടായിരുന്നു. അപ്പോൾ പൂണൂല് ധരിച്ചിരുന്നാൽ ഇന്ന വിഭാഗത്തിലാണെന്ന് അവർക്കറിയാം. ഇത്രയും വർഷമായി നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർക്ക് ചേഞ്ച് ഉണ്ടായോ? നമ്മൾക്ക് വികസനം വേണ്ടയോ? ഏത് ദേവാലയത്തിൽ പോയാലും നല്ല മൈൻഡോടുകൂടി പോവുക, നല്ലതിന് വേണ്ടി പോവുക, നമ്മളുടെ ബാറ്ററിയെ ചാർജ് ചെയ്യുക, അല്ലയോ? അതിനു വേണ്ടിയാണ് പൊതുവെ നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്നത്. പുരുഷന്മാരായാലും സ്ത്രീകളായാലും. ഇന്നത്തെ കാലത്ത് എല്ലാ സ്ത്രീകളും വസ്ത്രം ധരിക്കുന്നു. പഴയ കാലമൊന്നുമല്ല, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. നമ്മുടെ പരമ്പരാഗതമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുക എന്നുള്ളൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ പുരുഷന്മാർ ഷർട്ട് ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ലോകത്തിൽ എവിടെ പോയാലും, നമ്മൾ ഏത് ദേവാലയത്തിൽ പോയാലും എല്ലാവരും തന്നെ ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവിടെ ഷർട്ടിടാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ദേവാലയ ദർശനം പാടില്ല എന്ന് ഒരു നിയമവും ഇല്ല. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇതൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരു കാലത്ത് നമുക്കില്ലായിരുന്നു വസ്ത്രങ്ങൾ, ഇന്നത്തെ കാലത്ത് വസ്ത്രങ്ങളുണ്ടോ? നമ്മൾ സുന്ദരനും സുന്ദരിയാകുന്നത് നമ്മൾ വസ്ത്രങ്ങൾ ഇടുമ്പോഴാണ്. വസ്ത്രമില്ലാത്ത ഒരാൾ പബ്ലിക്കിൽ കൂടെ പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈ പുരുഷന്മാർ വസ്ത്രമില്ലാതെ ക്ഷേത്ര ക്യൂവിൽ നിൽക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും, പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവുന്നു, അല്ലേ? അപ്പോൾ വസ്ത്രം ഇടാതെ നിൽക്കുന്നവർക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. പഴയ കാലത്തുള്ളവർക്ക്, അതായത് ഇന്ന് 80-85 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടില്ല, അവർക്ക് മേൽവസ്ത്രം ഇടാതെ ക്ഷേത്ര ദർശനം നടത്താൻ. പക്ഷേ ഇന്നത്തെ തലമുറയാണെങ്കിൽ പറയും, എന്തുകൊണ്ടാണ് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് പോകാത്തത്? കാര്യം അവിടെ ചെല്ലുമ്പോൾ ഷർട്ട് ഇടാം. അപ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചില ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ നമ്മൾ ചിലതെല്ലാം കുറയ്ക്കേണ്ടി വരും, അല്ലേ? പല മഹത് വ്യക്തികളും വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പോയപ്പോൾ ഇന്ത്യയുടെ തന്നെ ഡ്രസ്സും ഇട്ടുകൊണ്ട് പോയി. ആ തണുത്ത രാജ്യത്ത് ഒരു മുണ്ടോ അല്ലെങ്കിൽ ഒരു ഷർട്ടോ മാത്രം ധരിച്ചുകൊണ്ട് ആ തണുപ്പത്ത് നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിക്കൂ എന്നും പറഞ്ഞു പോയ വ്യക്തികൾ തന്നെ ഒരുപാട് വസ്ത്രങ്ങൾ പിന്നെ തണുപ്പ് ഏറ്റപ്പോൾ ഇടാൻ തുടങ്ങി. നമ്മുടെ കാലാവസ്ഥ വളരെ നല്ല കാലാവസ്ഥയാണ്. നമുക്കിടേണ്ടത് കുറഞ്ഞത് ഒരു 4 വസ്ത്രം വേണ്ടി മാത്രം മതിയാവും ഒരു വ്യക്തിക്ക്. പക്ഷേ അർത്ഥനഗ്നമായി നമ്മൾ എന്തിന് ക്ഷേത്രങ്ങളിൽ പോകണം? നിങ്ങൾ കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കും. ഷർട്ടൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതല്ലേ, ഇതിനു മുമ്പ് ഷർട്ട് ഉണ്ടായിരുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കൂ എല്ലാവരും. എന്നിട്ട് നിങ്ങൾ തന്നെ അത് സ്വയം വേണമോ വേണ്ടയോ എന്ന്. കാര്യം എൻ്റെ അഭിപ്രായത്തിൽ
വേണം എന്നുള്ളത് തന്നെയാണ്. അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ നഗ്നദേഹം നമ്മുടെ ശരീരത്ത് തട്ടുന്നത് അത്ര നല്ലൊരു കാര്യമല്ല അല്ലേ? അതുകൊണ്ട് നമ്മളുടെ വസ്ത്രധാരണത്തിൽ നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. പഴയ ഹിസ്റ്ററി എന്താണെന്ന് ആലോചിക്കുക. കാര്യം അവിടെ നിന്ന് ഞങ്ങൾ ഇതുവരെ എത്തി. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ വേണ്ടേ? എല്ലാ കാലത്തും വേണ്ടെന്ന് വെക്കുന്നവരും വേണ്ടാതെ വെക്കുന്നവരും ഒക്കെ കാണും. ഇതിൻ്റെ ഇടയിൽ ഫൈറ്റും കാണും, ഇതിൻ്റെ ഇടയിൽ ഇഷ്ടക്കേടുകളും കാണും, ഇതിൻ്റെ ഇടയിൽ ഇഷ്ടവും കാണും. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് വാശി പിടിക്കുന്നവരും കാണും. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് another vlog. Till then, bye for now. Bye. Take care.